ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ലെഫ്റ്റ് ഓർ റൈറ്റ് ചാലഞ്ച് ആണ്. അത് വെറും ഒരു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അല്ല, ഒരു എക്സ്ട്രീം ലെവൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ഇതിൽ 3 ലെവൽ ഉണ്ട്. ഫസ്റ്റ് ലെവൽ ഡ്രസ്, പിന്നെ സെക്കൻഡ് ലെവൽ ഫുഡ്, പിന്നെ തേർഡ് ലെവൽ ഡ്രിങ്ക്. തുടങ്ങിയാലോ? ഫസ്റ്റ് ലെവൽ ഗൈസ്. അപ്പൊ ആദ്യം ആര് കളിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അബിൻ. അപ്പൊ അബിന്റെ ഫസ്റ്റത്തെ സാധനം ഞാൻ എടുത്തോണ്ട് വരാം. ഗൈസ്, ലക്കി ഭാസ്കറിന് ലക്കി ഉണ്ടാവും. നമുക്ക് നോക്കാം. എന്റെ ഫസ്റ്റത്തെ ഇൻസ്റ്റ ഐഡി എന്ന് അറിയാമോ? മിസ്റ്റർ അബിൻ ലക്കി. നോർമൽ ഡ്രസ് തന്നെയല്ല അച്ഛാ. റെഡി? ലെഫ്റ്റ് ഓർ റൈറ്റ്? ഓക്കെ. കള്ളക്കളിയില്ല ഏട്ടാ, മറ്റേ ട്രൂത്ത് ഓർ ഡെയർ പോലെ. നീ കളിക്ക്. ലെഫ്റ്റ് ഓർ റൈറ്റ്? റൈറ്റ്. കള്ളക്കളിയില്ല. എന്തോന്ന് കള്ളക്കളി? തുറക്കട്ടാ, കളിയൊക്കെ മറന്നുപോയി ഗൈസ്. നമുക്ക് ഡ്രസ്സസ് തീർന്നിട്ടില്ല. അടുത്താണേ. ലെഫ്റ്റ് ഓർ റൈറ്റ്? റൈറ്റ് ഓർ ലെഫ്റ്റ്? റൈറ്റ്. റെഡി അബി? തുറക്കട്ടാ. തുറക്കാൻ അടുത്ത ചോദിക്കട്ടെ. 2 ഡ്രസ്സില്ല ഉണ്ട്, 1 2 വേറെ ഏത് ഷഡ്ഡി ഇടണം. കോൺസെൻട്രേറ്റ് അബി. ലെഫ്റ്റ് ഓർ റൈറ്റ്? ലെഫ്റ്റ്. തുറക്കട്ടാ, 3 ഡ്രസ്സായി. ഓക്കെ. അപ്പൊ അബിന്റെ ഡ്രസ്സിന്റെ സാധനം തീർന്നു. ഞാൻ 3 സാധനം കാണിച്ചു കൊടുത്ത് 3 സാധനം അബിന് സെലക്ട് ചെയ്തു. അബിന് കണ്ണൊക്കെ തുറന്നായി. നീ കണ്ണു തുറന്ന് ഞാൻ ഒളിച്ചില്ല വെച്ചിരിക്കുന്നത്. നിങ്ങൾ സാക്ഷി. അബി എന്താ അബി 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 പറ. ഞാൻ പിന്നെ നിന്നെ എന്തോന്ന് വിളിക്കണം? നീ സെലക്ട് ചെയ്ത സാധനം ഞാൻ കാണിച്ചു തരട്ടാ? വേണ്ട. ഷഡ്ഡി നീ തന്നെ കണ്ടുപിടിക്കുന്നത്. ടോപ്പിനൊരു പാന്റ് വേണ്ടേ? ഗൈസ്, ഇത് ഞാൻ സത്യം പറയുന്നത് എന്തേന്ന് അറിയാമോ? ഇത് ജിമ്മിൽ കയ്യിലിടുമ്പല്ലേ ഗൈസ്, അതിന്റെ അത്ര സൈസിനുണ്ട്. എന്ത് ചെയ്യാൻ ടോപ്പിന് അത്ര സൈസിനുണ്ട്. ഓക്കെ, അടുത്ത സാധനം കാണിച്ചിട്ടാ. ടോപ്പിന് പാന്റ്. ഇത് ഇവളുടെ പാരഷൂട്ട് പാന്റ്. ആരെപ്പോലെ ഇരിക്കും ഞാൻ. തീർന്നില്ല അബി, ഇനിയൊരു സാധനം കൂടെ ഉണ്ട്. ബ്രാ ഒന്നും എനിക്ക് വേണ്ട. ബ്രാ ഇട്ടാൽ അടിയിലിടേണ്ടല്ലേടാ. സിമ്മിയ. പൂക്കി പൂക്കി പൂക്കിയാ നീയാ? ഞാൻ പോയി ഒരു ഷഡ്ഡി ഒരു പാന്റ് ഇട്ടു. എന്റെ ഷഡ്ഡി ഇത്ര സൈസേ ഉള്ളൂ. പൂക്കിയായിട്ട് എനിക്ക് ആലോചിക്കുമ്പോ ചിരി വരണിവ എങ്ങനെ വരുമ്പോ. പൂക്കിയായിരിക്കും ഇപ്പൊ, നോക്കിക്കോ. അപ്പൊ അവ ഇടാൻ പോയി. കൊട്ടുള്ളൂ. എനിക്കെല്ലാം കേക്കാം കേട്ടോ. 3 ചെവിയാ. എന്റെ പാൻസ് ഇല്ലേ ശരിക്കും പറഞ്ഞാൽ ഗേൾസിന്റെ പാൻസ് ഇവിടെ വരെയാണ്. ബോയ്സിന്റെ പാൻസ് ഇവിടെ വരെ. എനിക്ക് ഗേൾസിന്റെ പാൻസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് പാന്റ് അല്ല, പാവാട പോലെ ഇരിക്കുന്നു. ഷഡ്ഡി എങ്ങനെ ഇടണമെന്ന് കാണിച്ചു തരുമോ? അബി, ആ ടോപ്പ് ഉണ്ടല്ലോ, നിന്റെ ബൂബ്സ് ഒന്നും കാണാത്ത രീതിയിൽ കവർ. അബി, എൻട്രി താടാ. എടാ താടാ എൻട്രി. 3 2 വെയിറ്റ് ലിഫ്റ്റിങ്ങിന് സാധനം എടുക്കത്തില്ല, അതുപോലെ ഇരിക്കണ. ഞാൻ ഒരു കാര്യം പറയട്ടാ. കളി തീരുന്നവരെങ്ങനെ ആയിരിക്കണം? എനിക്ക് ഒരുപാട് ഞാൻ മാറ്റാൻ പോകുന്നു. അതെങ്കിൽ വേറെ എന്തെങ്കിലും വിചാരിക്കും. അടുത്ത് ഞാൻ കണ്ണട കണ്ണട. ലെഫ്റ്റ് ഓർ റൈറ്റ്? ലെഫ്റ്റ്. എനിക്ക് പേടിയാവണ്. ഗേൾസിന്റെ ഡ്രസ് ബോയ്സ് ഇട്ടാലാണ് കോമഡി. ബോയ്സിന്റെ ഡ്രസ് ഗേൾസ് ഇട്ടാ കോമഡി ആവത്തില്ല. എന്താണ് എന്റെ ഒരു നിഗമനം? ലെഫ്റ്റ് ഓർ റൈറ്റ്? റൈറ്റ്. യെസ് യെസ്. ഇരിക്കല്ലേ കേട്ടോ നീ. ലെഫ്റ്റ് ഓർ റൈറ്റ്? ലെഫ്റ്റ്. ഓക്കെ ഗൈസ്, ലെഫ്റ്റ്. ആണ് കണ്ണടച്ചിരിക്കുന്നത്. ഇപ്പൊ നിന്റെ കോസ്റ്റ്യൂം ഇപ്പൊ തരാം കേട്ടോ. പെയിന്റ് അടിക്കാനോ പോണ? ആനിയുടെ വിചാരം ആനി ഗോവയിൽ പോണെന്നില്ല, പെയിന്റ് അടിക്കാൻ പോയി. മാറ്റിട്ടോ. அவளைக்கும் பொம்பளைக்கும் அவசரம் அத
ഞാൻ ഒറ്റയ്ക്ക് ഫ്രെയിമിൽ നിന്ന വെറു വൃത്തിയായിരിക്കും ഞാൻ കൂടെ പോയിട്ട്. ഞാൻ പോയി ഇട്ട് മാറ്റിട്ട് വരാം. ഇറുകി പൊട്ടി അച്ഛാ ഇതൊന്നും ചട്ടിയ പോലെ നീ എന്റെ ഷർട്ട് തന്നെ മാറ്റി എടുത്തിട്ട് പോയത്. ബോഡി ഉള്ളതുകൊണ്ട് ഇറുകിയിരിക്കുന്നു. ഗൈസ് ഈ ഡ്രസ്സിന് വേറൊരു പ്രത്യേകത ഉണ്ട്. കുറച്ചുകൂടി പൊക്കിയ ബ്ലൗസ് വരട്ടാനായി. ആദ്യ ഷർട്ട് കിട്ടില്ല. ഇൻഷർട്ട് ഇത് ഫൗള് നിക്കർ കാണുന്നില്ല. ഇപ്പൊ ഇൻഷർട്ട് കിട്ടോ. വീഡിയോ ഓൺ ആയിട്ട് ഗൈസ്. എനിക്ക് കോളേജിലൊക്കെ പോവുകയാണ്. ഇവരുടെ ഫ്രണ്ട്സ് ഇല്ല ഇതിനൊരു സ്റ്റിക്കർ ബ്രദർ ഫസ്റ്റത്തെ ലെവലിലുള്ള കോസ്റ്റ്യൂം ആരെ കൊള്ളാന്ന് പറ ഗൈസ്. സത്യമായിട്ട് പറഞ്ഞു ഗൈസ്. വേണേ പോസ്റ്റ് ചെയ്തോ ഗൈസ്, കമന്റ് ചെയ്തോ. റാൻഡി ഓർട്ടൺ വേഴ്സസ് ജോൺ സീന. എന്ത് അടുത്ത ലെവൽ ഫുഡ് എന്ന് പറഞ്ഞില്ല. അപ്പൊ ഇതിനോട് ഇന്ന് ഫുഡ് കഴിച്ചോണ്ടായിരിക്കണം. വേറെ ആരോ പോലെ ഇരുന്നില്ല ഇങ്ങനെ. ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഈ റൗണ്ട് തീർന്നേ. ഇനി നമുക്ക് വേണ്ട. ഇനി നമുക്ക് ഫുഡ് റൗണ്ട്. നിങ്ങൾ എന്നെ എന്ത് കമന്റ് വേണമെങ്കിലും ഇട്ടോ. LGB അതിലൊന്നും അത് മാത്രം എന്നെ ഇടല്ലേ. നിങ്ങൾ അവനെ അങ്ങനെ പറഞ്ഞാൽ മതി. ഓക്കെ, അടുത്ത റൗണ്ടിലോട്ട് പോവാം നമുക്ക്. നമ്മൾ ഫുഡിന്റെ ചലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റും ഞാൻ തന്നെ ഗൈസ്. ബോയ്സ് ഫസ്റ്റ്. നമുക്ക് നോക്കാം ഇവന്റെ നല്ല സാധനമാണോ കിട്ടുന്നതെന്ന്. കണ്ണടക്കട്ടാ. ലെഫ്റ്റ് ഓർ റൈറ്റ്? റൈറ്റ്. എന്നാ ശരി, നിനക്കതാണ് ആഗ്രഹമെങ്കിൽ അതുപോലെ. ലെഫ്റ്റ് ഓർ റൈറ്റ്? നീ എന്തിനാ ഇവിടത്തെ തെറ്റായിട്ട് ആട്ടർ? റൈറ്റ്. ലെഫ്റ്റ് ഓർ റൈറ്റ്? റൈറ്റ്. അബി ലെഫ്റ്റ് ഓർ റൈറ്റ്? ലെഫ്റ്റ്. ഒരു ബർഗർ മീൽ കിട്ടിയെങ്കിൽ കഴിക്കായിരുന്നു. റൈറ്റ്. കേവല സാധനമാണെന്ന് തോന്നുന്നു. ലെഫ്റ്റ്. കളി പെട്ടെന്ന് തീരട്ട്. പാപ്പൊക്കെ ഇറുകു. തുറക്കട്ടെ, കണ്ണു തുറക്കട്ടാ. ഒരു സാധനം കറക്റ്റ് ആയിട്ട് കിട്ടിയിരുന്നെങ്കിലേ. ഓക്കേ അബി, അബിന് വേണ്ടിട്ട് ഞാൻ ചോക്ലേറ്റ് ബർഗർ വിത്ത് മയോണൈസ് റെഡിയാക്കി. ഇതാണ് എനിക്ക് 2 ദിവസം കഴിഞ്ഞ് IV ഉള്ളതാണ്. അതുകൊണ്ട് വയറ് കേടാവുന്ന രീതിയിൽ ഒന്നും തരല്. ആര് പറഞ്ഞു? മയോണൈസ് കുറച്ച് ഒഴിക്കും. ഇല്ല എല്ലാം ഒഴിച്ചോ. മയോണൈസ് കുറച്ച് ഒഴിച്ചോ. ബർഗർ മീല് കിട്ടിയാൽ കൊള്ളാന്ന് വിചാരിച്ചപ്പോ ബർഗർ ലീഗ് കിട്ടി ഗൈസ്. ഇപ്പൊ ഇതിനകത്ത് എല്ലാം ഉണ്ട്. കേട്ടാ നീ ലൈറ്റായിട്ട് കുരുമുളക് അത് കാര്യാക്കണ്ട. ആദ്യത്തെ ബൈറ്റ് കൊള്ളായിരുന്നു. ആ പഴവും ചോക്ലേറ്റും ബന്നും. മയോണൈസ് ഇതുവരെ വന്നിട്ടില്ല ഗൈസ്. പക്ഷെ ചെറിയൊരു എരിവുണ്ട് ആ കുരുമുളകിന്റെ. കൊള്ളാം കേട്ടോ. പക്ഷെ ബുദ്ധിമുട്ടൊക്കെ തിന്നണ്ട. ഈ ബൈറ്റ് കൊള്ളത്തില്ല കേട്ടോ. ഇത് മയോണൈസ് ഉണ്ട്. കുറച്ച് പയ്യെ തിന്ന് ഉടുപ്പ് കയറിപ്പോ. കൊള്ളാം ഗൈസ്, പക്ഷെ കൊള്ളത്തില്ല. മയോണൈസ് ഇല്ലായിരുന്നെങ്കിൽ സെറ്റ് സാധനം. കുരുമുളക് പറ്റിയതില്ല. മയോണൈസ് അടിക്കുമ്പോൾ മാത്രമേ കുറച്ച് ബാഡ് ആയിട്ട് വരുന്നുള്ളൂ. അടുത്ത് ഡയറി മിൽക്കുന്നു അടുത്ത ബൈറ്റിൽ. അതുകൊണ്ട് എടുത്തിട്ട് നിർത്താം. ഡയറി മിൽക്ക് മതി. കഴിഞ്ഞ് കൊള്ളായിരുന്നു ഗൈസ്. അടുത്ത് ആനി. ആര്? ആന. ഇപ്പൊ ഗൈസ് ആനയോട് കഴിഞ്ഞു. അടുത്ത അബിൻ. ഓക്കെ, ലെഫ്റ്റ് ഓർ റൈറ്റ്? ഓക്കെ റൈറ്റ്. ലെഫ്റ്റ് ഓർ റൈറ്റ്? ലെഫ്റ്റ് ഓർ റൈറ്റ്? ഇതെന്റെ ലെഫ്റ്റ്. ഇത് ലെഫ്റ്റ് ഓർ റൈറ്റ്?
റൈറ്റ്. നീ പറഞ്ഞല്ലോ. എന്താന്ന് പറഞ്ഞ റൈറ്റ് എന്നല്ലേ പറഞ്ഞു? ലെഫ്റ്റ് ഓർ റൈറ്റ്? റൈറ്റ്. ലെഫ്റ്റ് ഓർ റൈറ്റ്? ലെഫ്റ്റ്. കണ്ണ് തുറ. കടിച്ച് കഴിക്കേണ്ട സാധനല്ലേ. അപ്പൊ ഇവൻ കാണിച്ചിരുന്ന അത്യാവശ്യം നല്ലതാണ്. ഞാൻ സെലക്ട് ചെയ്ത് കുറച്ച് ചീസ് കൂടെ ഒഴിച്ചാ ഇല്ല ഒന്നുമില്ല. കഴിക്കാൻ കുമാരേട്ടാ. നല്ലതായിരിക്കും പ്രതീക്ഷിച്ച് ഞാൻ അങ്ങോട്ട് കഴിക്കുവാണേ. ഇവമേ രാവിലെ പാത്രം കാണാതിരുന്നാ മതി. രാത്രി ബാത്റൂം പോയാ ഫുള്ളും കഴിക്കണേ കേട്ടാ. നോർമലി ഞാൻ ഒരു ബാത്റൂം ഫുള്ളായിട്ട് കഴിക്കില്ല. മുട്ട പുറത്ത് തരണം, അത് പിടി. മയോണൈസ്, മുളക്, മുട്ടയും. പുതിയ ഡിഷ് ഗൈസ്. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. പപ്പ മുളക് എരിക്കണെന്നാ. ആ കണ്ണീര് തുടച്ചിട്ട് പറ. നല്ല ടേസ്റ്റുള്ള സാധനം, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇൻഗ്രീഡിയൻസ് നേരത്തെ കാണിച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ അടുത്ത മൂന്നാമത്തെ ലെവലിലേക്ക് പോകാൻ പോകുകയാണ്. നിങ്ങൾക്ക് മൂന്നാമത്തെ എന്തോ പറ്റിയെന്ന് തോന്നണേ. വന്ന നേരത്തെ ശ്രദ്ധിക്കുന്നു. അപ്പൊ നമ്മൾ ഡ്രിങ്ക് ഉണ്ടാക്കാനാണ് നമ്മൾ അടുത്തതായിട്ട് പോകാൻ പോകുന്നത്. നീ കളിക്കണോ ഞാൻ കളിക്കണോ? ഓഫ്കോഴ്സ് ഞാൻ തന്നെ ഗൈസ്. ഇതും കൂടെ ഞാൻ ലക്കി ആയില്ലെങ്കിൽ അൺലക്കി ഭാസ്കർ. അൺലക്കി ഭാസ്കർ. എനിക്ക് എന്തായാലും ഗൈസ് കാണാൻ പോകുന്നില്ല, അതുകൊണ്ട് കണ്ണു തുറന്നിരിക്കാം. ഈ ഡ്രിങ്ക് എന്ന് പറയുമ്പോ ലിക്വിഡ് സാധനങ്ങൾ മാത്രമാണോ അതാ സോളിഡ് കൂടെ ഉണ്ടോ? ലെഫ്റ്റ് ഓർ റൈറ്റ്? ഇപ്പൊ എന്റെ മൂന്നാമത്തെ കണ്ണ് വർക്ക് ചെയ്യും. കയ്യാ വേനിക്കുന്നു. ലെഫ്റ്റ്. വലിയ കുപ്പിയാണെന്ന് തോന്നുന്നു, 2 ലിറ്ററിന്റെ കുപ്പിയാണെന്ന് തോന്നുന്നു. കൈ വേനിക്കണം. ഇങ്ങനെ കട്ടക്കട്ട സൗണ്ട് കേൾക്കുന്നു. ഒരു വൃത്തിയായിട്ട സ്മെല്ല് വന്നു കൈസ്. ആനി അതിനകത്ത് ഒഴിച്ചപ്പോ ആനിയുടെ സ്മെല്ലാണെന്ന് തോന്നുന്നു. ലെഫ്റ്റ്. നല്ല സാധനങ്ങൾ ചീത്ത സാധനങ്ങൾ വന്നാൽ മിക്സ് ചെയ്താൽ വയറ് കേടാം. ചീത്ത സാധനങ്ങൾ മാത്രം എടുത്താൽ വയറ് കേടാവത്തില്ല ഗൈസ്. ഇത് കട്ടക്കട്ട സൗണ്ട് ഒന്നും ഇല്ല. അപ്പൊ ഇത് ലിക്വിഡ് ഗൈസ്. അടുത്ത് മൂന്നാമത്തെ സാധനം റൈറ്റ്. കഴിഞ്ഞ സാധനം കഴിഞ്ഞ ലെഫ്റ്റ് ഓർ റൈറ്റ്? റൈറ്റ് ഗൈസ്. ഞാൻ ആനിയുടെ എന്തൊക്കെ പറഞ്ഞാലും ആനി എന്റെ അനിയത്തിയാണ്. ഞാൻ ആനിയെ ഒരിക്കലും ചതിക്കത്തില്ല. അല്ലേ ആനി? പ്രോമിസ്? ആനി പ്രോമിസ്? ഒരു പ്രോമിസ് ഇല്ല. അതിന്റെ സ്മെല്ലടിച്ച് ഇവിടുന്ന് കൈ ഇങ്ങനെ വിറയ്ക്കുന്നു. ഈ കളി ഭയങ്കര ലാഗ്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ വല്ല പാറക്കുളത്തോ ചാണകം വീട് പോകേട്ടാ. ഈ ഡ്രസ് ഇട്ടിരിക്കുന്നേക്കാളും നല്ലത് അവിടെ പോണേന്നെ ഗൈസ്. ലെഫ്റ്റ്. എപ്പോഴും റൈറ്റ് ഇരിക്കുന്നത് നോക്കിക്കൊണ്ടിരുന്നാ മതി. മുളക് ഞാൻ ഒന്ന് നോക്കട്ടെ. എനിക്ക് കാണാൻ പോലും താല്പര്യമില്ല. അത് കുടിച്ചു നോക്കും. നല്ല ടേസ്റ്റി സാധനമായിരിക്കും ഗൈസ്. മധുരം, ഉപ്പ്, തൈര്, എരിവ്, തക്കാളി, പുളിപ്പ് എല്ലാം ഉണ്ട് ഗൈസ്. അൺലക്കി ഭാസ്കറിന്റെ ജീവിതമാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇത് ഞാൻ എങ്ങനെ ടേസ്റ്റ് ചെയ്യും? കല്ലിട്ടിരിക്കണം തോന്നുന്നു. സോറി ഗൈസ്, എനിക്ക് ഗ്ലാസ് വേണം കേട്ടോ. അതൊന്നും വേണ്ട, അത് വേണ്ട. തുറന്നപ്പോ സ്മെല്ല് നോക്ക്. ഒഴിക്കുവാ, ഒഴിക്ക്. ഈ സിനിമയിലെ വിക്രമാവും. ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ല. ഒന്നുകൂടി അതാ കുടിക്കും. മൂക്കിനടുത്ത് കൊണ്ടുപോകാൻ പോലും പറ്റുന്നില്ല. ഒരു സിപ്പെടുത്തിട്ട് ആനയുടെ വാരിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഞാൻ എങ്ങനെ കുടിക്കുമെന്ന് തോന്നുന്നു. എനിക്കേ തോന്നില്ല. കുടിക്കാൻ പറ്റില്ല.
എന്നെ കൊണ്ട് പറ്റുപടാ. You can push. മുളക് പോയെന്ന് തോന്നുന്നു തൊണ്ടേൻ്റെ അകത്ത്. അപ്പൊ നമുക്ക് കൊണ്ട് കളഞ്ഞു. ഗൈസ് അതില്ലേ നമ്മൾ ഈ പുളിച്ച ഫുഡ് കുറെ ദിവസം വച്ചിരിക്കത്തില്ലേ, സത്യം പറഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് ആണ്. കുറച്ചെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ കുടിക്കുമായിരുന്നു. അടുത്ത് ആനി, ഇന്നൊക്കെ ഒരു പിടി. അപ്പൊ നീ പോയി കഴുകുക. വിളിച്ചു വരുത്തി. നീ പോയി കഴുകിയാ. നിനക്ക് കുടിക്കണമെങ്കിൽ നീ കഴുകു. ഓക്കെ, അടുത്ത ആനി ഇതിന്റെ കൂടെ അടിച്ചു കൊടുക്കാം. അടുത്ത ആനി നിനക്ക് കുടിക്കണോ ഈ കഴുകിട്ട് വാ. ഒന്നും ചെയ്യണ്ട, എനിക്ക് വേണ്ടി എന്റെ അച്ഛത്തെ കഴുകി. അടുത്തത് ഞാനാണ്. ഓ കണ്ണടാ, ലെഫ്റ്റ് ഓർ റൈറ്റ് പറ. സ്ട്രൈറ്റ് 2. അതൊന്നുമില്ല, കളി പാസ് പെട്ടെന്ന് പോണം. മധുരല്ലേ ഗൈസ്, ഇത്ര സമയം ഞാൻ കഷ്ടപ്പെട്ട് അതിന്റെ വേദന ആനി അറിയും ഇപ്പം. ലെഫ്റ്റ് ഓർ റൈറ്റ്? ലെഫ്റ്റ്. ലെഫ്റ്റ് ഓർ റൈറ്റ്? റൈറ്റ്. നീ പഠിച്ച സ്കൂളിൽ ഞാൻ ഹെഡ് മാസ്റ്റർ റീ. നീ ഇപ്പോഴവിടെ PT ഉഷായിട്ടിരിക്കുന്നു. ഉഷയില്ലല്ലോ, കഞ്ഞിയൊക്കെ ആന്റി ആയിട്ടിരിക്കുന്നു. നീ അപ്പൊ ഡ്രില്ല് മാസ്റ്ററാ? ഇത് മാഗിയാ? ലെഫ്റ്റ് ഓർ റൈറ്റ്? റൈറ്റ്. ലെഫ്റ്റ് ഓർ റൈറ്റ്? ലെഫ്റ്റ് ഓർ റൈറ്റ്? റൈറ്റ്. ലെഫ്റ്റ് ഓർ റൈറ്റ്? ലെഫ്റ്റ്. എന്താ തുള്ളടാ? ആനിയാണ്ട് നമുക്ക് ഈ കളർ മാത്രം ഇടാം. ഓക്കെ ഗൈസ്, ഫുള്ള് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മിക്സ്. അത് ഞാൻ കവറോട് എടുത്തിട്ട് എന്റെ ജ്യൂസ് ഇവിടെ റെഡി ആയിരിക്കുന്നു. ബൂസ്റ്റർ ഷാർജ. അപ്പൊ ഇനി ഒരു ടേസ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് ഞാൻ കുടിക്ക്. അവള് തന്നെ ഈ ഡ്രസ്സിന് അത്ര പണിയൊന്നും ഇല്ലല്ലോ ഗൈസ്. ഇത് കുടിക്ക് മാഡം, ഇരുന്ന് കുടിക്ക് വാ. അപ്പൊ നീ ഹൈലൈറ്റ് ആവാ, കുടിക്ക് വാ. മണ്ടേ കൊട്ടുള്ളൂ, ഇപ്പൊ കുടിച്ചിട്ട് പോയാ മതി ഗൈസ്. ആനി കുടിക്കുന്ന ലെവൽ 3 കംപ്ലീറ്റ് ആവുന്നു. ഒരു ദയവില്ല. ഒരു കാര്യം ചെയ്യും, ഞാൻ ഒഴിച്ചു തരും. ഞാൻ ഒഴിച്ചുമ്പോ കമത്ത് 1 eternity later. ആനിയുടെ ഇപ്പൊ ഒരു 10 അഭിനയം ഉണ്ട്, നോക്കിക്കോ. വായിൽ വെക്കാതെ ഓടും. ഓ, വരുന്ന സാധനത്തെ അറ്റത്തെത്തുമ്പോ കമത്തി വിടും ഇങ്ങനെ. സിറപ്പിനെ കൊറേ സിറപ്പ് എടുത്ത് നമ്മൾ ഒരുമിച്ച് ഒഴിക്കുമ്പോ ഒരു മണം വരും. ആ മണം 2 eternity later. Three eternity later. Guys, 3 ലെവലും കംപ്ലീറ്റ് ആയി. ഞാൻ ഫ്രീലാൻസർ ആയി. ഫ്രീ ആയി ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ഡ്രസ് ഇവന് എത്താത്തോണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രസ് ഇടുന്നതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഈ ചലഞ്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇൻട്രസ്റ്റിംഗ് ആണ്. എക്സ്ട്രീം ലെവൽ ചലഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബെൽ അടിക്കുക. ബൈ. ഗൈസ്, LGBT കമന്റ് ഒന്നും ചെയ്യില്ലേ?